നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം നൽകി ഫോസ്റ്റർ കെയർ നിയമപ്രകാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും താൽക്കാലികമായി ദത്തെടുത്ത് വീട്ടിലെത്തിച്ച അനാഥയായ 14-കാരിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ 66-കാരന് വിവിധ വകുപ്പുകൾ പ്രകാരം 51 വർഷം തടവും 1,19,000 രൂപ പിഴയും. ശിക്ഷ വിധിച്ചത് കൂത്തുപറമ്പ് മാങ്ങാട്ടിടം കണ്ടംകുന്നിലെ ചെമ്മനപ്പറമ്പിൽ CG ശശികുമാറിനെതിരെ. വീട്ടിനുള്ളിൽ ക്ഷണിക്കാത്ത അതിഥിയായി കൂറ്റൻ രാജവെമ്പാല. ചെറുവാഞ്ചേരിയിൽ വീട്ടുകാരും നാട്ടുകാരും ഭീതിയിലായത് മണിക്കൂറുകൾ. സർക്കാർ കരാറുകാർക്ക് ഏറ്റെടുത്ത നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ വകയിൽ 10,000 കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. എത്രയും വേഗത്തിൽ തുക ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്നും അസോസിയേഷൻ. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഗുരുധർമ്മ പ്രചരണ സഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 114-ാം ശ്രീ ശാരദാ പ്രതിഷ്ഠാ വാർഷികവും 64-ാം ശ്രീനാരായണ ധർമ്മമീമാംസാ പരിഷത്തും മെയ് 10-ന് ശിവഗിരി മഠം ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം നൽകി ഫോസ്റ്റർ കെയർ നിയമപ്രകാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും താൽക്കാലികമായി ദത്തെടുത്ത് വീട്ടിലെത്തിച്ച അനാഥയായ 14-കാരിയെ ക്രൂരമായി പീഡിപ്പിച്ച 66-കാരന് വിവിധ വകുപ്പുകൾ പ്രകാരം 51 വർഷം തടവും 1,19,000 രൂപ പിഴയും ശിക്ഷ. കൂത്തുപറമ്പ് മാങ്ങാട്ടിടം കണ്ടംകുന്നിലെ ചെമ്മനംപറമ്പിൽ CG ശശികുമാറിനെയാണ് തലശ്ശേരി പോക്സോ അതിവേഗ കോടതി ജഡ്ജ് MT ജലജാറാണ് ശിക്ഷിച്ചത്. 14-കാരിയുടെ സഹോദരിയെയും പീഡിപ്പിച്ചിട്ടുണ്ട്. പ്രതി പിഴയടച്ചാൽ സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും പിഴ അടക്കുന്നില്ലെങ്കിൽ 1 വർഷം അധിക തടവ് അനുഭവിക്കാനും ഉത്തരവിലുണ്ട്. കേസിൽ വിചാരണ നേരിട്ട 2ാം പ്രതിയും ശശികുമാറിൻ്റെ ഭാര്യയുമായ PR രത്നകുമാരിയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി കുറ്റവിമുക്തിയാക്കി. അനാഥയായ 14-കാരിയെ വളർത്തുപരിചരണ നിയമപ്രകാരമാണ് എറണാകുളം CWCയിൽ നിന്നും പ്രതി താൽക്കാലികമായി ദത്തെടുത്ത് കൂത്തുപറമ്പിലുള്ള പ്രതിയുടെ വീട്ടിലെത്തിച്ചത്. വീട്ടിൽ പ്രതികളോടൊപ്പം കഴിയുന്നതിനിടയിൽ 2ാം പ്രതിയായ രത്നകുമാരി കുട്ടിയെക്കൊണ്ട് കഠിനമായ വീട്ടുജോലികൾ ചെയ്യിച്ചു. 2016-17 വർഷത്തെ ഓണാവധി ആരംഭിച്ച സെപ്റ്റംബർ 10-ന് രത്നകുമാരി തൻ്റെ ബന്ധുവീട്ടിൽ പോകുമ്പോൾ അതിജീവിതയെ കിടപ്പുമുറിയിലാക്കി വാതിൽ പുറത്തുനിന്നും പൂട്ടി. വീടിൻ്റെ മറ്റു വാതിലുകളെല്ലാം പുറത്തുനിന്ന് പൂട്ടിയാണ് പോയത്. അന്നു രാത്രി ശശികുമാർ വാതിൽ തുറന്ന് അകത്തുകയറി കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. മുറിയിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കാതെ പ്രതി തുടർച്ചയായ 3 ദിവസങ്ങളിൽ ക്രൂരത തുടർന്നു. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തുടർച്ചയായി പീഡിപ്പിച്ചത്. പീഡനത്തെ തുടർന്ന് കുട്ടി ഗർഭിണിയായി. തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് ഗർഭം സ്ഥിരീകരിച്ചു. അലസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതോടെ 2ാം പ്രതി അതിജീവിതയെ വിശ്രമിക്കാൻ അനുവദിക്കാതെ കഠിന ജോലികൾ ചെയ്യിച്ചു. വെട്ടുകല്ലെടുത്ത് വയറ്റിൽ വെച്ചു. ഇതോടെ രക്തസ്രാവമുണ്ടായി. ഗർഭം അലസുകയും ചെയ്തു. ഈ ഒരു മോശമായ ഇന്റൻഷനോടുകൂടി കുട്ടികളെ ഫോസ്റ്റർ കെയറിൽ എടുക്കുന്ന സമയത്ത് ആ കുട്ടികളെ പൂർണ്ണമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും അവർക്കുണ്ട്. പക്ഷേ ഈ കേസിൽ 100% മോശമായ ഉദ്ദേശത്തോടു കൂടി ഫോസ്റ്റർ കെയർ എടുക്കുകയും ആ കുട്ടീനെ വളരെ മോശമായ രീതിയിൽ അതായത് 3 ദിവസത്തോളം വീട്ടിനുള്ളിൽ വെച്ചിട്ടാണ് ഈ ഒരു ഒഫൻസ് നടക്കുന്നത്. വീട് പൂട്ടിയിടുക, റൂമിൽ പൂട്ടിയിടുക, ഇതൊക്കെ ഈ ഒരു പ്രതിയുടെ ഒരു വല്ലാത്തൊരു ഹരം കൊള്ളിക്കുന്ന ഒരു ക്രൈമാണ് ഈ പ്രതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കാനും അവർക്ക് ഒരു നീതി കിട്ടുക എന്ന് പറയുന്നത് അത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് കുട്ടിയുടെ ആവശ്യത്തിലുപരിയായിട്ട് അതൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇങ്ങനെ വരുന്ന കേസുകളിൽ അത് കൃത്യമായും പ്രതി സീരിയസ് ആയിട്ട് പണിഷ് ചെയ്യപ്പെടണം എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കുട്ടി ഈ ഒരു കേസിൻ്റെ വേറൊരു തലം എന്ന് പറയുന്നത് കുഞ്ഞ് തൻ്റെ സങ്കടങ്ങളെല്ലാം ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഒരു കുഞ്ഞിനോട് പറയുകയാണ്. അപ്പോൾ ആ കുഞ്ഞാണ് ഈ കേസിൽ പരാതിക്കാരിയായി വരുന്നതും ഇത് കേസാവുകയും ചെയ്യുന്നത്. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് കുട്ടിയുടെ ജനനവും മറ്റു കാര്യങ്ങളിലേക്ക് എത്തുന്ന സമയത്താണ് മനസ്സിലാകുന്നത് താൻ സങ്കടങ്ങൾ പറഞ്ഞ സുഹൃത്ത് തൻ്റെ അമ്മയുടെ സ്വന്തം ഞങ്ങൾ 2ആളും ഒരമ്മയുടെ മക്കളാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ അത്രയും ഒരുപാട് വിഷമങ്ങൾ
അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരു നിമിത്തമായ, അതായത് സ്വന്തം കൂടപ്പിറപ്പിനെ തിരിച്ചറിയാൻ ഈ ഒരു കേസ് നിമിത്തമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു നീതി കിട്ടുക എന്ന് പറയുന്നത് അത് സമൂഹത്തിന് നീതി കിട്ടിയതുപോലെ തന്നെയാണ്. ഇനിയെങ്കിലും ഓർഫനായ അതുപോലെ അനാഥരായ കുട്ടികളോട് മാന്യമായിട്ട് പെരുമാറാനുള്ള സംവിധാനം അത് കൃത്യമായിട്ട് CWC ഇതിൽ ജഡ്ജ്മെന്റ് വന്നിട്ടില്ല, അതിൽ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്രൂരപീഡനത്തിനിരയായ 14-കാരി തൻ്റെ കൂടെ അനാഥമന്ദിരത്തിലുണ്ടായ മറ്റൊരു കുട്ടിയെ അവധിക്കാലം കൂത്തുപറമ്പിലെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. നടന്ന സംഭവങ്ങൾ പറഞ്ഞതോടെയാണ് നിഷ്ഠൂര പീഡനം പുറം ലോകം അറിഞ്ഞത്. വീട്ടിനുള്ളിൽ ക്ഷണിക്കാത്ത അതിഥിയായി കൂറ്റൻ രാജവെമ്പാല. ചെറുവാഞ്ചേരി കല്ലുവളപ്പിലെ വള്ളിപ്പറമ്പത്ത് അനിതയുടെ വീട്ടിലാണ് ഉച്ചയോടെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒരേപോലെ ഭീതിയിലാഴ്ത്തി കൂറ്റൻ രാജവെമ്പാല എത്തിയത്. മാർക്ക് പ്രവർത്തകൻ ബിജിലേഷ് കോടിയേരി സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിട്ടു. വീട്ടിനുള്ളിൽ അസാധാരണമായ ശബ്ദം കേട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാജവെമ്പാലയെ കണ്ടത്. ഇതോടെ വീട്ടുകാർ ഭയന്നോടി പുറത്തേക്ക് ഇറങ്ങുകയും സമീപവാസികളെ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് അധികാരികൾക്കും വിവരം കൈമാറി. കണ്ണവം റേഞ്ച് ഫോറസ്റ്റിലെ വാച്ചറും സർപ്പ വളണ്ടിയറുമായ ബിജിലേഷ് കോടിയേരി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ രാജവെമ്പാലയെ സുരക്ഷിതമായി പിടികൂടി. പാമ്പിനെ പിടികൂടുന്നതിനിടെ പ്രദേശവാസികൾ വലിയ ആശങ്കയോടെയാണ് സംഭവങ്ങൾ നിരീക്ഷിച്ചത്. വിഷപ്പാമ്പുകളിൽ ഏറ്റവും അപകടകാരികളിലൊന്നായ രാജവെമ്പാല വീട്ടിനുള്ളിൽ എത്തിയ സംഭവം പ്രദേശത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. പിടികൂടിയ രാജവെമ്പാലയെ പിന്നീട് വനമേഖലയിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിട്ടതായി ബിജിലേഷ് അറിയിച്ചു. മഴക്കാലം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വീട്ടുകാരും നാട്ടുകാരും ജാഗ്രത പാലിക്കണമെന്നും ബിജിലേഷ് കോടിയേരി നിർദ്ദേശിച്ചു. കണ്ണൂർ വളക്കയിൽ 9ാം ക്ലാസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു. വളക്കയിലെ മുഹമ്മദാണ് മരിച്ചത്. കൊയ്യത്തെ മർക്കസ് വിദ്യാർത്ഥിയാണ്. കൊയ്യം മർക്കസിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു മുഹമ്മദ്. രാവിലെ കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതിനിടെ പന്ത് കിണറ്റിൽ പോകുകയും അതിൻ്റെ സമീപത്തേക്കെത്തിയ വിദ്യാർത്ഥി കിണറ്റിലേക്ക് വീഴുകയുമായിരുന്നു. കൂടെയുണ്ടായിരുന്ന കൂട്ടുകാർ നാട്ടുകാരെയും ഉസ്താദിനെയും വിവരമറിയിക്കുകയായിരുന്നു. കുട്ടിയെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സർക്കാർ കരാറുകാർക്ക് ഏറ്റെടുത്ത നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ വകയിൽ 10,000 കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എത്രയും വേഗത്തിൽ ഇത് ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ദേശീയപാത അതോറിറ്റിയും വിവിധ സംസ്ഥാന സർക്കാരുകളും കരാറുകാർക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ ഉത്തരവുകൾ ഇറക്കിയെങ്കിലും കേരള സർക്കാർ മാത്രം യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തന്മൂലം റോഡ് കെട്ടിട നിർമ്മാണങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അതായത് കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെ മാത്രമാണ് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നത്. യുദ്ധം അവിടെ ആരംഭിച്ച തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഈ ഉൽപ്പന്നങ്ങളുടെ വില അനിയന്ത്രിതമായ രീതിയിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നേരെ ഇരട്ടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രവൃത്തികൾ, എല്ലാ പ്രവൃത്തികളും ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ്. കാരണം നമുക്ക് അനുവദിച്ചിരിക്കുന്ന തുകയുടെ ഇരട്ടി വില കൊടുത്തൊരു സാധനം വാങ്ങിച്ചിട്ട് ഈ പ്രവൃത്തി ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ല. ഇതിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്, സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, നമ്മൾ ഇപ്പോൾ ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട്, നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവൃത്തികൾക്കൊക്കെ അതാത് സമയത്ത് മാർക്കറ്റിലുണ്ടാകുന്ന വില വ്യത്യാസം അവർക്ക് അനുവദിച്ച് നൽകുന്നുണ്ട്. അതിന് വില വ്യതിയാന വ്യവസ്ഥ എന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. കേരളത്തിലും 18 മാസത്തിൽ കൂടുതൽ എഗ്രിമെൻ്റ് കാലാവധിയുള്ള പ്രവൃത്തികൾക്ക് ആയത് നൽകി വരുന്നുണ്ട്. പക്ഷേ കേരളത്തിലിപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷനായാലും പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള PWD ഉൾപ്പെടെയുള്ള ചെറിയ പ്രവൃത്തികളൊക്കെ ഈ 18 മാസത്തിന് താഴെയുള്ള പൂർത്തീകരണ കാലാവധി വെച്ചുകൊണ്ട് എഗ്രിമെൻ്റ് വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ആനുകൂല്യത്തിന് അർഹരല്ല കേരളത്തിലെ ചെറുകിട കരാറുകാർ. ആ അർഹത ലഭിക്കണമെങ്കിൽ ഈ വില വ്യതിയാന വ്യവസ്ഥ എന്ന ഒരു സംവിധാനം
കേരളത്തിലെ മുഴുവൻ പ്രവൃത്തി കരാറുകൾക്കും കൊണ്ടുവരണം. അനുകൂല തീരുമാനങ്ങൾ പുതിയ സർക്കാരിൽ നിന്ന് ഉണ്ടാകണമെന്നും തിരുവനന്തപുരത്ത് മെയ് 20 ചേരുന്ന കൺവെൻഷനിൽ വെച്ച് ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഫലമുണ്ടായില്ലെങ്കിൽ സമരം ഉൾപ്പെടെ ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് സുനിൽ പോള, PA രാജീവ്, ഇഷമൽ, KP ആഷിഖ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശിവഗിരി ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഗുരുധർമ്മ പ്രചരണ സഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 114ാമത് ശ്രീ ശാരദാ പ്രതിഷ്ഠ വാർഷികാഘോഷവും 64ാം ശ്രീനാരായണ ധർമ്മമീമാംസ പരീക്ഷത്തും മെയ് 10 ആഘോഷിക്കും. മാഹി ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ രാവിലെ 10 മണിക്ക് ശിവഗിരി മഠം ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശിവഗിരി മഠം ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. 350 പ്രതിനിധികൾ പങ്കെടുക്കും. CK സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും. നിയുക്ത MLA അഡ്വക്കേറ്റ് T അശോക് കുമാർ മുഖ്യാതിഥിയാകും. കേന്ദ്ര യുവജന സഭ ചെയർമാൻ രാജേഷ് സഹദേവൻ അമ്പലപ്പുഴ പ്രഭാഷണം നടത്തും. തലശ്ശേരി ശ്രീ ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K സത്യൻ, മുഖ്യരക്ഷാധികാരി രവീന്ദ്രൻ പൊയിലൂർ, M ബാലൻ, നാണി ടീച്ചർ, PJ ബിജു എന്നിവർ സംസാരിക്കും. 12 മണിക്ക് മാതൃസഭാ സമ്മേളനത്തിൽ ശാന്ത സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. സരൾ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിക്കും. ER ശ്രീജ ക്ലാസ് എടുക്കും. രാവിലെ 9 മണിക്ക് നഗരത്തിൽ ഘോഷയാത്ര നടത്തുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശിവഗിരി മഠത്തിലെ ജനറൽ സെക്രട്ടറി ബഹുമാനായ ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. മാഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടേ ഉള്ളൂ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത മാഹി MLA ശ്രീ അഡ്വക്കേറ്റ് T അശോക് കുമാർ അവരോടാണ് ഈ ചടങ്ങിലെ വിശിഷ്ട അതിഥിയായി ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്. വളരെ സന്തോഷപൂർവ്വം ആ വിവരങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നത് JDPSന്റെ കേന്ദ്ര സമിതി അംഗം ശ്രീ സജിത് നാരായണനും അധ്യക്ഷത വഹിക്കുന്നത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ CK സുനിൽകുമാർ മാസ്റ്ററുമാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് CK സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PC ദിവാനന്ദൻ, പ്രേമൻ കല്ലാട്ട്, KM അശോക്, ഗംഗാധരൻ അഞ്ചരക്കണ്ടി, A പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ മാഹി LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 04902333 626 9447227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി.
ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 96568138334 8590312944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. മറ്റു വാർത്തകളിലേക്ക്. വാണിജ്യ ഗ്യാസ് വില വർധനവിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി സമിതി കണ്ണൂരിൽ
ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം തീർത്തു. സംസ്ഥാന വ്യാപകമായും പ്രതിഷേധ പരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ സംഗമം വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ദുരന്ത ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം, അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണമെന്നില്ല. സമരത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയിലാണ് ഇന്ന് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. വാണിജ്യ സിലിണ്ടറിൻ്റെ വില രീതിയിൽ വലിയ തോതിൽ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഒന്നും ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്, കാറ്ററിംഗ് മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ആവശ്യമായ നിലയിലേക്ക് ഗവൺമെൻറ് ഇടപെടുന്നതിന് വേണ്ടി സബ്സിഡി കൊടുത്തുകൊണ്ട് ഗ്യാസ് വിതരണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ടാണ് നമ്മൾ ഇന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ചാക്കോ മുല്ലപ്പള്ളി, എം എം ഹമീദ് ഹാജി, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സഹദേവൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഇ സജിത്ത് എന്നിവർ സംസാരിച്ചു. സി മനോഹരൻ നന്ദി പറഞ്ഞു. കെ പി പ്രമോദ്, കെ എം ലത്തീഫ്, ഇ സജീവൻ, ടി സി വാത്സൻ, പി പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ 22ാം വാർഷികാഘോഷവും അന്താരാഷ്ട്ര വാദ്യ മഹോത്സവവും മെയ് 9 ഏഴിലോട് പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടക്കുമെന്ന് ഉപദേശക സമിതി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലത്ത് 10:30 എം വിജിൻ MLA വാദ്യ മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. ഈ പഞ്ചവാദ്യ ട്രസ്റ്റിൻ്റെ 22ാം വാർഷികം ആഘോഷിക്കുന്നത് പ്ലാത്രക്കടുത്ത് കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ വെച്ചിട്ടാണ്. അതിൻ്റെ എല്ലാമാണ് ഡോക്ടർ കേശവൻ. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ലോകത്തിൽ മുഴുവൻ നന്മ മാത്രം ഉദ്ദേശിച്ച് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ കാലത്ത് നമ്മൾ വിട്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പേരിലുള്ള കേശവതീരം എന്നുള്ള ആ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഈ 22ാം വാർഷിക ആഘോഷം ഈ മാസം 9-ാം തീയതി. പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം, സെമിനാർ, ശില്പശാല, സമാധരം, അവാർഡ് സമർപ്പണം, കാരുണ്യ കലാനിധി സ്കോളർഷിപ്പ്, എൻജോയ്മെന്റ് വിതരണം, ഷെഹനായ് വാദൻ, സോപാന സംഗീതം, കേളി, കോൽക്കളി, 101 വനിതകളുടെ മെഗാ തിരുവാതിര, 75 വനിതകളുടെ പഞ്ചവാദ്യം, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവയുണ്ടാകുമെന്നും ശങ്കരൻകുട്ടി മാരാർ പറഞ്ഞു. രാവിലെ 9 മണി മുതൽ ഏറ്റവും ഖേയമായി ഇപ്പോൾ സ്ത്രീ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് 101 പേര് ഉൾപ്പെടുന്ന തിരുവാതിരക്കളി, 75 സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന പഞ്ചവാദ്യം, അതൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. അത് എടപ്പാളിലുള്ള ടീമാണ്, കുന്നംകുളത്ത് എടപ്പാളിലുള്ള. അവരിപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞത്. ആ സ്ഥാപനത്തിൻ്റെ ഒരു ചുമതലയും കൂടി കൊണ്ടു നടക്കുന്ന ആളാണ്. അന്ന് തീരുമാനിച്ചതാണ് ആ പഞ്ചവാദ്യം ഇവിടെയും കൂടി വന്നു. അങ്ങനെ നിരവധി വിവിധങ്ങളായ പരിപാടികളോടുകൂടി രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ നടക്കുന്ന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കണം. വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റ് ഫൗണ്ടർ, മാനേജിംഗ് ട്രസ്റ്റി വാദ്യപ്രവീൺ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമമാരാർ, ഡോക്ടർ കേശവൻ വൈദ്യരമന, രവീന്ദ്രൻ പുതിയടത്ത്, ഗിരീഷ് പൂക്കോത്ത് എന്നിവരും പങ്കെടുത്തു. നിയുക്ത കൂത്തുപറമ്പ് MLA പി കെ പ്രവീൺ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് മണ്ഡലത്തിൽ പര്യടനം നടത്തി. 3 ദിവസങ്ങളിലായാണ് പര്യടനം നടത്തുന്നത്. നിയുക്ത കൂത്തുപറമ്പ് MLA പി കെ പ്രവീൺ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായി മണ്ഡലത്തിൽ പര്യടനം നടത്തി. 2 ദിവസങ്ങളിലായാണ് വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പി കെ പ്രവീണും LDF നേതാക്കളും മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത്.
ആവേശോജ്വല വരവേൽപ്പാണ് ഓരോ കേന്ദ്രങ്ങളിലും PK പ്രവീണിനും നേതാക്കൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. UDF തരംഗത്തിലും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ വിജയക്കൊടി നട്ടാൻ PK പ്രവീൺ ആയതിന്റെ ആഹ്ലാദവും ആവേശവുമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത്. പൊലിയൂരിൽ നിന്നും ആരംഭിച്ച പര്യടനം തൃപ്പങ്ങോട്ടൂർ, കുന്നോത്തുപറമ്പ്, പാനൂർ നഗരസഭ, മൊകേരി പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലായാണ് പര്യടനം നടത്തിയത്. മുദ്രാവാക്യം മുഴക്കിയും പടക്കം പൊട്ടിച്ചും ഹാരാർപ്പണം നടത്തിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് പല സ്ഥലങ്ങളിലും പ്രവർത്തകരും നേതാക്കളും നിയുക്ത MLA സ്വീകരിച്ചത്. LDF നേതാക്കളായ KP മോഹനൻ, P ഹരീന്ദ്രൻ, K ധനഞ്ജയൻ, A പ്രദീപൻ, KP യൂസഫ്, രവീന്ദ്രൻ കുന്നോത്ത്, K കുഞ്ഞബ്ദുള്ള, K മുകുന്ദൻ തുടങ്ങിയ നേതാക്കൾ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിയുക്ത MLA-ക്കൊപ്പം ഉണ്ടായിരുന്നു. രാഷ്ട്രീയഭേദമന്യേ ജാതിഭേദമന്യേ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായി എന്നെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം 100% നമ്മളിലൊന്നായി ഒറ്റക്കെട്ടായി മുന്നേറാൻ ഒരുമിച്ചുണ്ടാവുമെന്നൊരു വാക്ക് മാത്രമാണ് തരുന്നത്. ഇപ്പോഴത്തെ ജനപ്രതിനിധിയായ KP മോഹനേട്ടനും മുൻ ചെയർപ്രതി ശൈല ടീച്ചറും നടപ്പിലാക്കിയ വികസനത്തിന്റെ കുതിപ്പ് പൂർത്തീകരിക്കാനും പുതിയ വികസനത്തിന്റെ പാതയിലേക്ക് ഈ നിയോജക മണ്ഡലത്തിലേക്ക് എത്തിക്കാനും നമ്മൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്ന ഈ സ്വീകരണത്തിനും ഈ വിജയിപ്പിച്ചതിനും ഹൃദയപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. കതിരൂരിലെ വടവതി രാമകൃഷ്ണന്റെ 7ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. ചടങ്ങുകളിൽ സമൂഹത്തിൻ്റെ നാനാ തുറകളിലെയും ഒട്ടേറെ പേർ പങ്കെടുത്തു. NCP നേതാവ്, സഹകാരി, വിമുക്തഭട സംഘാടകൻ തുടങ്ങിയ നിലകളിൽ കതിരൂർ, തലശ്ശേരി മേഖലകളിൽ നിറഞ്ഞുനിന്ന വടവതി രാമകൃഷ്ണന്റെ 7ാം ചരമവാർഷികം ആചരിച്ചു. കതിരൂരിൽ അനുസ്മരണ സമ്മേളനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. ചടങ്ങുകളിൽ സമൂഹത്തിന്റെ നാനാതുറകളിലെയും ഒട്ടേറെ പേർ പങ്കെടുത്തു. അനുസ്മരണ സമ്മേളനത്തിൽ K സുരേഷ് അധ്യക്ഷനായി. വിമുക്ത ഭടന്മാരെ സംഘടിപ്പിക്കുന്നതിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം വിനിയോഗിക്കുകയും അതിൻ്റെ ജില്ലാ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവായി രാമേശ്വരൻ മാറുകയും ചെയ്തിട്ടുണ്ട്. ചെറുക്കുനിക്കുള്ളല്ല, ചേറ്റക്കുന്നില്ലല്ലേ, കൊളശ്ശേരിയിലുള്ള വിമുക്ത ഭടന്മാരുടേതായ സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നതിൽ രാമേശ്വരൻ വഹിച്ച പങ്ക് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ ജീവിതമാണ് നയിച്ചിരുന്നത്. ഒരു കാപട്യവുമില്ലാതെ നിഷ്കളങ്കനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ രാമകൃഷ്ണൻ. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തലശ്ശേരി ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരെ ഒരു കുടുംബമായി കണ്ടുകൊണ്ട് അവരുടെ എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കെടുക്കുന്നതിന് ശ്രീ രാമകൃഷ്ണൻ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. നമ്മുടെ പാർട്ടി ജില്ലാ തലത്തിൽ നടത്തുന്ന പല പ്രക്ഷോഭ പരിപാടികളിലും പ്രവർത്തകന്മാരെ വേണ്ട വിധത്തിൽ സന്തോഷത്തോടുകൂടി കൊണ്ടുപോവുകയും മടക്കിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന വളരെ സ്നേഹമസൃണമായ ഒരു പെരുമാറ്റ രീതിയായിരുന്നു രാമകൃഷ്ണേട്ടൻ്റേത്. അദ്ദേഹം തെറ്റ് കണ്ടാൽ അത് ആരുടെ മുഖത്തും വളരെ കർശനമായ രീതിയിൽ ചോദ്യം ചെയ്യുന്ന ഒരു നേതാവായിരുന്നു എന്നുള്ളത് പലർക്കും അറിവുള്ള കാര്യമല്ല. തനിക്ക് ശരിയാണെന്ന തോന്നിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി
ഏറ്റവും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതിൻ്റെ വിജയപ്രാപ്തി എത്തുന്നതുവരെ ആ പ്രവർത്തനത്തിൽ തുടരുകയും ചെയ്ത ഒരു നല്ല പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ രാമകൃഷ്ണൻ. കെ പി സാജു, കെ മുകുന്ദൻ മാസ്റ്റർ, കെ കെ അനിൽ, എം പി എസ് സൈനാർ, ബഷീർ ചെറിയാണ്ടി, അഡ്വക്കേറ്റ് എ പി അശോകൻ, ഒ ഹരിദാസൻ, ജി വി രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കെ വി ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് എക്സ് സർവീസസ് ലീഗ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായ പി കെ പത്മനാഭൻ നമ്പ്യാരെ ആദരിച്ചു. വടവതി രാമകൃഷ്ണന്റെ സഹധർമ്മിണി ജയശ്രീ രാമകൃഷ്ണനാണ് പൊന്നാടിയും മൊമെന്റോയും നൽകി പി കെ പത്മനാഭൻ നമ്പ്യാരെ ആദരിച്ചത്. പ്രത്യേകതകൾ ഇന്നത്തെ സമൂഹത്തിൽ പൊതുപ്രവർത്തകർക്ക് ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളുടെ ഉടമയായിരുന്നു ആവശ്യം. എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സംഘടനാ രംഗത്ത് വ്യക്തിപരമായ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ പോലും ഒരുപാട് അനുഭവിച്ചുകൊണ്ട് ഈ രംഗത്ത് വളരെ സജീവമായി ഒരേ സമയം പൊതുരാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും എല്ലാ തലത്തിലും സജീവമായി ഇടപെടുന്ന ഒരനുഭവമാണ് രാമകൃഷ്ണൻ. ഇപ്പം നമ്മളിവിടെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ തട്ടുകളിലൂടെ ജനിച്ചു വളർന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരാണ് എല്ലാവരും. ജീവിതത്തിൻ്റെ ചൈത്രയാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പലരും നമ്മുടെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ ആ സഞ്ചരിച്ച എല്ലാവരെയും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കില്ല. പക്ഷേ രാമകൃഷ്ണനെ ഓർമ്മിച്ചെടുക്കാൻ ഒരു അവസരമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പുത്രൻ രഞ്ജീഷ്. കാരണം ഇത്തരം അവസരങ്ങൾ ഭാവിയിലും ആളുകൾ ആലോചിക്കേണ്ട ഒരു ഗൗരവമായ വിഷയമായി. ആളുകൾ മരണപ്പെടുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം അയാളുടെ പ്രസ്ഥാനത്തിനപ്പുറത്ത് അയാൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെല്ലാം കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു വേദിയായി ഇത്തരം ഒരു വേദിയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി രജീഷ് കാണിക്കുന്ന ആ ഔത്സുക്യം നമ്മുടെ പുതിയ തലമുറ ഏറ്റെടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. മൂകാംബിക ദേവിക്ക് നിലവിളക്കും ലളിത സഹസ്രനാമ പുസ്തകങ്ങളും ദേവി മാഹാത്മ്യവും സമർപ്പിച്ച് മഞ്ജരീസ് ആധ്യാത്മിക ഗ്രൂപ്പ് 91 നിലവിളക്കുകളാണ് സമർപ്പിച്ചത്. ഗുരുവായൂരിലെ വെളിച്ചപ്പാട് സുരേന്ദ്രൻ, സഞ്ജയ് ധൻരാജ്, വടക്കുറുമ്പ് ക്ഷേത്രം വെളിച്ചപ്പാട് രഞ്ജിത്ത്, തിരുപ്പതിയിൽ നിന്ന് മീനാക്ഷി സുന്ദരൻ തുടങ്ങി നിരവധി പേരാണ് മഞ്ജരീസ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ മൂകാംബിക ക്ഷേത്രത്തിൽ നിലവിളക്ക് സമർപ്പിച്ചത്. അമ്പിളി സോമൻ നിലവിളക്ക് സമർപ്പണത്തിന് നേതൃത്വം നൽകി. 91 നിലവിളക്കാണ് സമർപ്പിച്ചത്. മൂകാംബിക ക്ഷേത്രത്തിൽ ഭഗവതിയെ പുറത്ത് എഴുന്നള്ളിക്കുമ്പോൾ തലമുറകളായി ദേവിക്ക് മുന്നിൽ വിളക്ക് പിടിക്കുന്ന ജനാർദ്ദനനും അമ്പിളി സോമനും സമർപ്പിച്ച നെയ്വിളക്കിൽ ദീപം കൊളുത്തി. 2 വലിയ താലവും 100ഓളം ലളിത സഹസ്രനാമത്തിൻ്റെ പുസ്തകങ്ങളും സമർപ്പിച്ചതിൽ ഉൾപ്പെടും. ഭക്തർക്ക് 1 ലക്ഷം ദേവി മഹാത്മ്യം കോപ്പി എത്തിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ തുടക്കം ക്ഷേത്രത്തിലെ തന്ത്രി രാമചന്ദ്ര അടികയ്ക്ക് നൽകി അമ്പിളി സോമൻ നിർവഹിച്ചു. മഞ്ജരീസ് ചെയർപേഴ്സൺ അമ്പിളി സോമനെ മൂകാംബിക ക്ഷേത്രം ഭാരവാഹി പൊന്നാടയണിയിച്ച് ആദരിച്ചു. മഞ്ജരീസിലെ ഭാരവാഹികളായ വിനോദ് കണ്ണൻ, ശാന്ത രാമചന്ദ്രൻ, പ്രസന്ന രാധാകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, ലീഡിംഗ് CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. കണ്ണാടിപ്പറമ്പ് വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര പരിസരത്ത് മുത്തപ്പൻ്റെയും തിരുവപ്പൻ്റെയും കൂറ്റൻ ശില്പം പണിയുന്നതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം മെയ് 9 നടക്കും. ശില്പവും പീഠവും ഉൾപ്പെടെ 40 അടി ഉയരത്തിലുള്ള മുത്തപ്പ ശില്പം രാജ്യത്ത് തന്നെ ആദ്യത്തേതാണെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം ഏകദേശം 400 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഐതിഹ്യം എന്താണോ ആ രൂപത്തിലാണ് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഈ പ്രതിമ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ വളപ്പിലെ കാരണവർ, അതായത് വള്ളുവൻ കടവ് കാരണവർ മത്സ്യവേട്ട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രൂപം പുഴയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ആ രൂപം ആരാണെന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അത് മുത്തപ്പനാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണുണ്ടായത്. ആ രൂപത്തിൽ തന്നെയാണ് എങ്ങനെയാണോ വള്ളുവൻ കടവിൽ മുത്തപ്പൻ പ്രത്യക്ഷമായത്, വെള്ളത്തിൻ്റെ നടുവിൽ പ്രത്യക്ഷമായിട്ടാണ് മുത്തപ്പൻ ഈ പുതിയവളപ്പ് കാരണവരെ കാണിച്ചു കൊടുത്തത് സ്വരൂപം. ആ രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രതിമയുടെ സൃഷ്ടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. ശില്പവും പീഠവും ഉൾപ്പെടെ 40 അടി ഉയരത്തിലുള്ള മുത്തപ്പ ശില്പം രാജ്യത്ത് തന്നെ ആദ്യത്തേതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തികച്ചും കോൺക്രീറ്റിൽ പണിയുന്ന ശില്പത്തിന്റെ പ്രവൃത്തി 18 മാസം കൊണ്ട് പൂർത്തിയാക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ രാജൻ അഴീക്കോടൻ, ടി ഗംഗാധരൻ മാസ്റ്റർ, MK രമേശൻ, ശില്പി KKR വേങ്ങര എന്നിവർ പങ്കെടുത്തു. ചെറുവാഞ്ചേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി 30ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ആധുനിക സൗകര്യങ്ങളോടെ വിപുലീകരിക്കുന്നു. വിസിറ്റേഴ്സ് ലോബി, പൊട്ടോറിയം എന്നിവയുടെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് നിയുക്ത MLA PK പ്രവീൺ നിർവഹിക്കും. പ്രഥമ തണൽ പരിസ്ഥിതി പുരസ്കാരം വിനോദ് പയ്യടക്ക് ചടങ്ങിൽ സമ്മാനിക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആദ്യ 2 ദിവസങ്ങളിൽ 20% വിലക്കുറവിൽ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുമെന്ന് സംഘാടകർ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയുക്ത MLA PK പ്രവീൺ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തും. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ അധ്യക്ഷത വഹിക്കും. തണൽ പരിസ്ഥിതി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അഡ്വക്കേറ്റ് വിനോദ് പയ്യടെയാണ്. സൈലന്റ് വാലി, ഭോപ്പാൽ, മാവൂർ, ഗോളിയോർ റൗണ്ട്സ് ഉൾപ്പെടെ പരിസ്ഥിതി സമരങ്ങളിൽ പങ്കാളിയായിരുന്നു അദ്ദേഹം. മേധാ പടേക്കർ, മാധവ് ഗാഡ്ഗിൽ എന്നിവർ നേതൃത്വം കൊടുത്ത സമരങ്ങളിൽ നേതൃത്വപരമായ പങ്കാളിത്തം വഹിച്ചു. പ്രമുഖ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകരായ TV രാജൻ, ഡോക്ടർ ഗലീൽ ചുവ,
ഡോക്ടർ കെ പി പ്രശാന്ത് എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. തണൽ ആഗ്രഹം ആൻഡ് നഴ്സറി കേരളത്തിലെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. ഇന്ന് കേരളത്തിലെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് പോലും അഭിമാനകരമായ ഒരു പ്രസ്ഥാനമായിട്ട് തണൽ നഴ്സറി മാറിയിട്ടുണ്ട്. അതിൻ്റെ 30ാമത് വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആണ് നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെയുള്ള പാരിസ്ഥിതിക അവാർഡ് നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രഥമ അവാർഡാണ് വിനോദ് പയ്യടക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു മാറ്റം, ഇതിനൊരു കാലഘട്ടത്തിന് അനിവാര്യത എന്ന അർത്ഥത്തിൽ കാലം ഏറെ മാറിയിട്ടുണ്ട്, ജനങ്ങളുടെ താല്പര്യങ്ങൾ ഏറെ മാറിയിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു വിപുലമായ പോട്ടേറിയം എന്ന പേരിൽ വിദേശനടക്കം ഇറക്കുമതി ചെയ്തിട്ടുള്ള ആധുനിക രീതിയിലുള്ള ചെടിച്ചട്ടികളുടെ പോട്ടുകളുടെ വലിയ ശേഖരം ഒരു ഷോറൂം ഒരുക്കിക്കൊണ്ട് നമ്മളിവിടെ വിൽപ്പനയ്ക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം കൂടി അന്ന് നടക്കുകയാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ചടങ്ങിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രദീപൻ, ജനകീയ ആസൂത്രണ സാരഥികൾക്കുള്ള ആദരവ് പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ നൽകും. ചെറുവാഞ്ചേരി തണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി കഴിഞ്ഞ 30 വർഷമായി കാർഷിക രംഗത്തും അതോടൊപ്പം തന്നെ മറ്റു മേഖലയിലുമെല്ലാം വളരെ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വാണിജ്യപരതയ്ക്കപ്പുറം സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പരിസ്ഥിതി മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, കണ്ണൂർ ജില്ലയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സമഗ്രമായ സംഭാവനകൾ നൽകുന്ന ആളുകൾക്ക് തണൽ പരിസ്ഥിതി പുരസ്കാരം ഈ വർഷം മുതൽ പ്രഖ്യാപിക്കുകയും ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖരും ചടങ്ങുകളിൽ സംബന്ധിക്കും. വൈവിധ്യമാർന്ന ചെടിച്ചട്ടികളുടെയും ബോൺസായി വൃക്ഷങ്ങളുടെ ശേഖരവും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സന്തോഷ് ഇല്ലോളിൽ, പന്യോടൻ ചന്ദ്രൻ, കെ കെ പവിത്രൻ, ഡോക്ടർ കെ എം ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെയും BRCയുടെയും നേതൃത്വത്തിൽ വായനശാലയിൽ വായനാ ചങ്ങാത്തം പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികളും വയോജനങ്ങളും മനോഹരമായ പേപ്പർ ബാഗുകൾ നിർമ്മിച്ച് പ്ലാസ്റ്റിക്കിനെതിരെ ബദലൊരുക്കുമെന്ന് പ്രഖ്യാപിച്ചു. കുട്ടികളും വയോജനങ്ങളും ചേർന്നാണ് പേപ്പർ ബാഗുകൾ നിർമ്മിച്ച് പ്ലാസ്റ്റിക്കിനെതിരെ ബദലൊരുക്കുമെന്ന് പ്രഖ്യാപിച്ചത്. വായനാ ചങ്ങാത്തം പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനാധ്യാപകൻ ഡോക്ടർ ജയേഷ് ഉദ്ഘാടനം ചെയ്തു. എനിക്കിതിരെ പറയാനുള്ളൂ, മക്കൾ പുസ്തകം എന്ത് വായിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ 2-3 പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ വായിച്ച 2-3 പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ നിങ്ങൾ സംഘടിപ്പിക്കുക, നിങ്ങൾ വായിക്കുക. വായന തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. ഇപ്പൊ റാംപ്യാർ റഹ്മാനിന്റെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നോവല് നമ്മൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ തുടക്കം 1-2 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈൽ എടുക്കാൻ തോന്നില്ല. നമുക്ക് ഇത് വായിച്ചു നിർത്താം. ഞാൻ ഒറ്റ രാത്രി കൊണ്ട് വായിച്ചു നിർത്താം. ഒരു വൈകുന്നേരം തുടങ്ങി രാത്രി കൊണ്ട് വായിച്ചു നിർത്താൻ നോവലാണ്. അതുപോലെ വേറൊരു ഏറ്റവും പ്രിയപ്പെട്ട നിന്നാ വിജയന്റെ ഒരു പുസ്തകം, അത് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ്. അപ്പോ ഞാൻ 2-3 പുസ്തകം അതിനെ ചുരുക്കി ഞാൻ പറഞ്ഞത് നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകം പട്ടുനൂൽ പുഴുവാണ്. കേട്ടിട്ടുണ്ടോ? പട്ടുനൂൽ പുഴു, എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴുവാണ്. വായനശാല പ്രസിഡന്റ് KP രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. വായനാ ചാലഞ്ചിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വായിച്ച പുസ്തകങ്ങളുടെ ആസ്വാദനക്കുറിപ്പ് അവതരിപ്പിച്ചു. BRC ട്രെയിനർ വിമിത പേപ്പർ നിർമ്മാണ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. BRC ട്രെയിനർമാരായ രസ്ന, വിഷ്ണുപ്രിയ, വായനശാല സെക്രട്ടറി KK സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിഷ്ണുപ്രിയ സൂംബ ഡാൻസ് പരിശീലനവും നടത്തി. നാട്ടുവർത്തമാനത്തിൽ പങ്കെടുത്ത വയോജനങ്ങളും പ്രായം മറന്ന് കുട്ടികളോടൊത്ത് പരിപാടികളിൽ പങ്കാളികളായി.
പ്രധാന വാർത്തകൾ വീണ്ടും. സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം നൽകി ഫോസ്റ്റർ കെയർ നിയമപ്രകാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും താൽക്കാലികമായി ദത്തെടുത്ത് വീട്ടിലെത്തിച്ച അനാഥയായ 14-കാരിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ 66-കാരന് വിവിധ വകുപ്പുകൾ പ്രകാരം 51 വർഷം തടവും 1,19,000 രൂപ പിഴയും. ശിക്ഷ വിധിച്ചത് കൂത്തുപറമ്പ് മാങ്ങാട്ടിടം കണ്ടംകുന്നിലെ ചെമ്മനപ്പറമ്പിൽ CG ശശികുമാറിനെതിരെ. വീട്ടിനുള്ളിൽ ക്ഷണിക്കാത്ത അതിഥിയായി കൂറ്റൻ രാജവെമ്പാല. ചെറുവാഞ്ചേരിയിൽ വീട്ടുകാരും നാട്ടുകാരും ഭീതിയിലായത് മണിക്കൂറുകൾ. സർക്കാർ കരാറുകാർക്ക് ഏറ്റെടുത്ത നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ വകയിൽ 10,000 കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. എത്രയും വേഗത്തിൽ തുക ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്നും അസോസിയേഷൻ. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഗുരുധർമ്മ പ്രചരണ സഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 114-ാം ശ്രീ ശാരദാ പ്രതിഷ്ഠാ വാർഷികവും 64-ാം ശ്രീനാരായണ ധർമ്മമീമാംസാ പരിഷത്തും മെയ് 10-ന് ശിവഗിരി മഠം ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.